ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിവ്യ ശ്രീധർ. ഇന്നിപ്പോ ഞാൻ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രാജ് ടോക്സിന്റെ വീഡിയോ കാണുന്നത്. ദിവ്യ ശ്രീധറിന് അടി കിട്ടിയോ അല്ലെങ്കിൽ ക്രിസ് വേണുഗോപാൽ അടിച്ചോ എന്നുള്ള രീതിയിലൊക്കെയുള്ള എന്തോ ഒരു തംബ്നെയിൽ കണ്ടു. വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. ഞാൻ ആദ്യം പോയിട്ട് ദിവ്യ ശ്രീധറിന്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കി എന്താണ് വിഷയം നോക്കി. അപ്പൊ അതില് അവരൊരു ഫോട്ടോ ഇട്ടതായിട്ടാണ്, ഞാനത് സ്റ്റോറി ആണെന്ന് പോലും ശ്രദ്ധിച്ചില്ല. ഒരു ഫോട്ടോ കണ്ടു, നെറ്റിയിലൊരു മുറിവുള്ള ഒരു ഫോട്ടോ. കമന്റ് ബോക്സ് എടുത്തു നോക്കി. അപ്പൊ കമന്റ്, അതിന് ക്യാപ്ഷനൊന്നും, ആ ഫോട്ടോയ്ക്ക് ക്യാപ്ഷനൊന്നും കണ്ടില്ല. അപ്പൊ കമന്റ് ബോക്സ് എടുത്തു നോക്കി. കമന്റിൽ ഒരുപാട് പേര് എന്ത് പറ്റി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ അടി കിട്ടിയതാണോ വീണതാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ആശങ്കപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കമന്റുകളുണ്ട്. അപ്പൊ അതിന്റെ അടിയിലൊക്കെ അവര് മറുപടി കൊടുത്തിട്ടുണ്ട്. ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് വളരെ തന്ത്രപൂർവ്വമായിട്ട്, എന്ന് വെച്ചാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി ഊഹിക്കാം, അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ല എന്ന് കരുതാം എന്നുള്ള രീതിയിൽ കുറെ മറുപടി അവർ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൽ വീഡിയോ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ട് തോന്നിയില്ല. കാരണം അവർ കാരണം എന്താന്ന് പറഞ്ഞിട്ടില്ല, എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ടില്ല, അത് മുറിവാണോ എന്ന് പോലും പറഞ്ഞിട്ടില്ല. അവരൊരു സീരിയൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവർ വെറുതെ മേക്കപ്പ് ഇട്ട സമയത്ത് എടുത്ത വീഡിയോ ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഹാലോവീന്റെ ഒക്കെ വീഡിയോ ഫോട്ടോസ് ഒക്കെ കാണാറുണ്ട്. ഹാലോവീന്റെ സമയത്തൊക്കെ മുഖത്ത് മുഴുവൻ വലിയ വലിയ മുറിവുകളൊക്കെ ആയിട്ട് നമുക്ക് വളരെ ഒറിജിനാലിറ്റി തോന്നും. പക്ഷെ ഇത്തരം സീരിയൽ പോലെയുള്ള മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് മുഖത്ത് മുറിവൊക്കെ വരുത്തുന്നത് ഒരു മേക്കപ്പ് മാത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വീഡിയോന്, ആ ഒരു ഫോട്ടോനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പോയില്ല. കുറച്ചു മുൻപ് അവരുടെ ഒരു വീഡിയോ കണ്ടു. അവര് ഈ രാജ് ടോക്സിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചെയ്ത ഒരു വീഡിയോ. നാണമില്ലേ രാജ് ടോക്കെ? കുറച്ച് നാണമില്ലേ? നിങ്ങളുടെ അടുപ്പ് പോകഞ്ഞോ നോക്കിയിട്ട് പോരെ മറ്റുള്ളവരുടെ അടുപ്പ് പോകഞ്ഞോ നോക്കുന്നത്? നിങ്ങളെ ചാനൽ പൂട്ടിക്കും. ഞാൻ പറഞ്ഞേക്കാം, ചാനൽ പൂട്ടിക്കും. ഞങ്ങളുടെ പിറകെ നിങ്ങൾ വരണ്ട. അപ്പൊ അതിൽ അവര് കുറേ കാര്യങ്ങൾ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ രാജ് ടോക്സ് എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചാണ്. രാജ് ടോക്സ് ആണ് തോന്നുന്നു അത് ആദ്യമായിട്ട് വീഡിയോ ആയിട്ട് ചെയ്ത്. അല്ലാതെ ഒരുപാട് പേര്, അതുൽ വ്ളോഗ്സിനൊക്കെ പോലെയുള്ള ഒരുപാട് റിയാക്ഷൻ വീഡിയോക്കാര് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ക്രിസ് വേണുഗോപാൽ അടിച്ചു, ദിവ്യ ശ്രീധറിന് മുറിവ് പറ്റി എന്നുള്ളൊക്കെ രീതിയിലൊക്കെ ഉള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ രാജ് ടോക്സ് ചെയ്ത വീഡിയോ പിന്നീട് ഞാൻ പോയി നോക്കിയപ്പോൾ അതില് സംശയം, അങ്ങനെ പറ്റിയോ ഇല്ലേ എന്നൊക്കെ സംശയം പറയുന്നുണ്ട് എന്നല്ലാതെ തമ്നെയിലൊക്കെ ഏകദേശം അടിച്ചു എന്നുള്ള പോലെയൊക്കെയാണ് വെച്ചാലും ഉള്ളിലൊന്നും അത്ര ഗംഭീരമായിട്ട് അടിച്ചു എന്നൊന്നും കണ്ടില്ല. എന്ത് പറ്റി എന്നുള്ള ഒരു ചോദ്യം മാത്രം അതിൽ കണ്ടു. ഇത് മുറിവ് പറ്റിയതാണോ, കണ്ടാൽ ശരിക്കും മുറിവ് പറ്റിയതുപോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. അതിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഈ ദിവ്യ ശ്രീധർ വീഡിയോ ചെയ്തിട്ടുള്ളത് അവരുടെ ചാനലിൽ. വളരെ ഈ റിയാക്ഷൻ വീഡിയോക്കാരെ വളരെ തരം താഴ്ത്തി കാണിക്കുന്ന വിധത്തിൽ നിങ്ങൾക്കൊക്കെ പോയിട്ട് ഇങ്ങനെ ആളുകളുടെ ലൈഫൊക്കെ എടുത്തിട്ട് വെറുതെ ഈ വീഡിയോ ചെയ്ത് കാശുണ്ടാക്കണ നേരം നിങ്ങൾക്ക് വേറെ വല്ലതിനും പൊക്കൂടെ, അല്ലെങ്കിൽ നിന്റെ ചാനൽ ഞാൻ പൂട്ടിച്ചു കളയും എന്നൊക്കെ രീതിയിൽ വളരെ ഈ രാജ് ടോക്സിനെ മോശമാക്കിയിട്ടുള്ള വീഡിയോ ആണ് ദിവ്യ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യം രേഖ രതീഷിന്റെ പുറകെ പോയി, പിന്നെ നിങ്ങൾ രേണു സുധീന്റെ പുറകെ പോയി, ആദ്യം നിങ്ങൾ എന്റെ പുറകെയാണ് വന്നത്, ഇപ്പൊ വീണ്ടും നിങ്ങൾ എന്റെ പുറകെ വന്നിരിക്കുന്നു. നിങ്ങൾ വെറുതെ ജീവിക്കുന്നവരെ എടുത്തിട്ട് സമൂഹത്തിലിട്ട് മോശമാക്കാൻ നടക്കുകയാണ്, റിയാക്ട് ചെയ്യാൻ നടക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് വേറുള്ളവരുടെ ജീവിതം എടുത്ത് റിയാക്ഷൻ വീഡിയോക്കാര് കളിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള വീഡിയോ ആണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത് കാരണമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. പിന്നീട് ആ വീഡിയോ ഞാൻ ഈ റിയാക്ഷൻ ചാനലിലൊക്കെ കണ്ടു. എന്തോ ഒരു തോറ്റുപോയിട്ടില്ല, അല്ലെങ്കിൽ തോറ്റു പോകുന്നു, ഇതിലും വലിയ തോൽവി ഉണ്ടായതല്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു വോയിസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വീഡിയോ അവർ കൊണ്ടുവന്നിട്ട് ഇത്തരം മുറിവുള്ള ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കും, ഇവർക്ക് എന്തെങ്കിലും പറ്റിയോ, ഇനി ക്രിസ് പറഞ്ഞ ആള് ഇവരെ അടിച്ചോ, അല്ലെങ്കിൽ ഗാർഹിക പീഡനം നേരിടുന്നുണ്ടോ, അത് കാണിക്കാനാണ് അവർ ഈ വീഡിയോ ഇടുന്നത് എന്നൊക്കെ പലരും ചിന്തിക്കുന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ്. അതുകൊണ്ടാണ് അതിന്റെ അടിയിൽ അത്രയും കമന്റുകൾ, നിങ്ങൾക്ക് വല്ലതും പറ്റിയോ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അത്രയും കമന്റുകൾ വന്നത്. ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ സമൂഹത്തിലെ എത്രയോ ആളുകൾ ഇതുപോലത്തെ സ്ത്രീകൾ ഇതുപോലത്തെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഗാർഹിക പീഡനം അനുഭവിക്കുന്നുണ്ട്, അവർക്ക് ഇത് പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. അപ്പൊ അങ്ങനത്തെ അവസരങ്ങളിലൊക്കെ പല ആളുകളും ഇതുപോലത്തെ സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് അവർ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വരെയുണ്ട്. അപ്പൊ നമ്മൾ ഈ ആത്മഹത്യയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വിചാരിക്കും, അയ്യോ അവരാ സ്റ്റോറി ഇട്ടായിരുന്നല്ലോ, ഞാനത് കണ്ടതല്ലേ, ആ സമയത്ത് അവരോടൊന്ന് ചോദിക്കായിരുന്നു അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ അങ്ങനത്തെ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അത് ആ രീതിയിലായിരിക്കാം ആളുകൾ അങ്ങനെ വന്നിട്ട് ഒരുപാട് കമന്റ് ഇട്ടിട്ടുണ്ടായിരിക്കും. അവർക്ക് കമന്റ് ഇട്ടവരെ കുറിച്ച് യാതൊരു പരാതിയില്ല, റിയാക്ഷൻ വീഡിയോ ചെയ്ത ആളുകളെ കുറിച്ച് മാത്രമേ പരാതിയുള്ളൂ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവരുടെ ലൈഫ് എടുത്തിട്ട് തന്നെയാണ് കണ്ടന്റ് ആക്കുന്നത്. പക്ഷെ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോക്കാരും അവരുടെ വീടിന്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് ക്യാമറ വെച്ചിട്ട് അവിടെ വല്ലതും നടക്കുന്നുണ്ടോ, അവിടെ നല്ലത് നടക്കുന്നുണ്ടോ നോക്കിയിട്ടല്ല റിയാക്ട് ചെയ്യുന്നത്. ഇവരെ പോലെയുള്ള ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഇമാതിരി പോസ്റ്റുകൾ ഇടുമ്പോൾ അത് എടുത്തിട്ട്
എടുത്തിട്ടാണ് ഈ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ദിവ്യ ശ്രീധറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ദിവ്യ ശ്രീധർ ആദ്യം വിവാഹം കഴിച്ചു, കുട്ടികളായി, ഡിവോഴ്സായി. അതിനുശേഷം ഈ ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയെ വിവാഹം കഴിച്ചു. ആ വിവാഹ സമയത്ത് നമുക്കറിയാം അവർ ഒരുപാട് സൈബർ ബുള്ളിങ് നേരിട്ടിട്ടുണ്ട്. ഒരുപാട് കമന്റുകളിലൂടെ. അന്ന് ആ ഒരു റിയാക്ഷൻകാരും അല്ല, ആ ഒരു റിയാക്ഷൻകാരും വന്നിട്ട് അയ്യേ ഈ സ്ത്രീക്ക് നാണല്ലേ ഇത്രയും പ്രായമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കാൻ, അതിലൊരു വയസ്സനല്ലേ, അല്ലെങ്കിൽ അവരെന്തൊരു കാട്ടിക്കൂട്ടിലാണ്, ഇവരെന്തിനാണ് ഇത്രയും പ്രായത്തിൽ വിവാഹം കഴിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് ഇവിടെ ഒരു റിയാക്ഷൻ ചാനലുകാരും ഒരു റിയാക്റ്റും ചെയ്തിട്ടില്ല. അന്ന് ഒരുപാട് മോശം കമന്റ് ഈ ദിവ്യക്ക് വന്നിട്ടുണ്ട്. എന്താണ് അവർ ഇങ്ങനത്തെ ഒരാളെ വിവാഹം കഴിച്ചത്, അദ്ദേഹത്തിന് നല്ല പ്രായം ഉണ്ടല്ലോ. ശരിക്കും അദ്ദേഹത്തിന് വലിയ പ്രായമൊന്നുമില്ല, ഇവര് തമ്മിൽ 8-9 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതൊരു പ്രായ വ്യത്യാസം എന്ന് പറയാൻ പോലും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാള്, അദ്ദേഹത്തിന് നമ്മളെ എല്ലാ സാധാരണക്കാരെയും പോലെ അദ്ദേഹം നരച്ച മുടി കറുപ്പിച്ച് നടക്കാനോ അല്ലെങ്കിൽ നരച്ച താടി കറുപ്പിച്ച് നടക്കാനോ ഒന്നും ശ്രമിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് പ്രായം തോന്നുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അന്ന് ഇവിടെ ഒരുപാട് ബോഡി ഷെയ്മിംഗ് ആണ് നടന്നത്, അല്ലെങ്കിൽ ഒരുപാട് സൈബർ ബുള്ളിയിങ് ആണ് നടന്നത്. അന്ന് വന്ന കമന്റുകളൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അന്ന് റിയാക്ഷൻ ചാനലുകാർ ആരുമല്ല അവരെ ബുള്ളി ചെയ്തത്. അന്ന് കമന്റ് ഇട്ടിട്ടാണ് ആളുകൾ മോശമായിട്ട് പറഞ്ഞത്. അന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഈ പറയുന്ന റിയാക്ഷൻ ചാനലുകാരെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യധാരയിലുള്ള ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ മാതൃഭൂമി അല്ലെങ്കിൽ മനോരമ അല്ലെങ്കിൽ ന്യൂസ് 18 ഇവർ 24 ഇവരാരും എടുത്തു വെച്ചിട്ട് അയ്യോ ദിവ്യ ശ്രീധരനെ കുറിച്ച് ഈ പറഞ്ഞത് മോശമായി എന്നൊരു വാക്ക് ഇവരാരും അല്ല പറഞ്ഞത്. ഇവർ ഈ മോശം പറയുന്ന, മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നു കയറിയിട്ട് തോന്നിയ പോലെ സംസാരിക്കുന്ന, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അവരെ അന്ന് സപ്പോർട്ട് ചെയ്തതും അവരുടെ കൂടെ നിന്നതും അവരെ കുറിച്ച് നന്നായിട്ട് സംസാരിച്ചതും ഇങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചതും ഒക്കെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അതേപോലെ തന്നെ അവർ ഒരുപാട് തവണ ഇതേപോലത്തെ ബുള്ളിങ്ങിന് ഇരയായിട്ടുണ്ടെന്ന് പറയാം. അവര് ഈ അടുത്ത് തന്നെ അവരൊരു മോഹിനിയാട്ടം നടത്തി. മോഹിനിയാട്ടം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം അവർ വളരെ വികൃതമായ രീതിയിലാണ് അവതരിപ്പിച്ചതെന്ന് നൃത്തത്തിനെ കുറിച്ച് അറിയുന്ന ആളുകൾ പറയുണ്ടായി. അല്ലെങ്കിൽ ഒരുപാട് കമന്റുകൾ, നൃത്തം ചെയ്യുന്ന ഒരുപാട് പേരുടെ കമന്റുകൾ അവരുടെ ആ ഒരു വീഡിയോയ്ക്ക് അടിയിൽ, അവർ ഡാൻസ് ചെയ്യുന്ന വീഡിയോയ്ക്ക് അടിയിൽ വന്നു. ഇത് മോഹിനിയാട്ടമല്ല, മോഹിനിയാട്ടത്തിന്റെ വസ്ത്രം മാത്രമേ അവർ ഇട്ടിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ വളരെ വളരെ മോശമായിട്ടുള്ള സൈബർ ബുള്ളിയിങ് ആണ് അന്ന് അവർ നേരിട്ടത്. അന്നും ഈ പറയുന്ന റിയാക്ഷൻ ചാനലുകാരെ ഉണ്ടായിരുന്നുള്ളൂ അവരെ സപ്പോർട്ട് ചെയ്ത് പറയാനും അവരെ കുറിച്ച് നല്ലത് പറയാനും. അല്ലെങ്കിൽ അവരെ കുറിച്ച് ക്രിസ് വേണുഗോപാൽ വന്നിട്ട് ദിവ്യ ഇന്ന സാഹചര്യത്തിലാണ് ആ നൃത്തം അവതരിപ്പിച്ചത്, അവരെ ആരും ഇങ്ങനെ മോശം പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ ഈ പറയുന്ന റിയാക്ഷൻ ചാനലുകാർ തന്നെയാണ് ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ അവരെ കുറിച്ച് നല്ലത് പറയുമ്പോൾ മാത്രം റിയാക്ഷൻ ചാനലുകാർ നല്ലതാവുകയും അവരെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് അവർക്ക് ഇഷ്ടപ്പെടാത്തത് പറയുമ്പോൾ റിയാക്ഷൻ ചാനലുകാർ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നു കയറി കാശുണ്ടാക്കാൻ നടക്കുന്ന ആളുകളായിട്ട് മാത്രം കാണുന്നതും വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അവർ ഈ ഒരു ഫോട്ടോ ഇട്ടത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ വന്നത്. അവരങ്ങനെ ഒരു ഫോട്ടോ ഇടുക എന്ന് പറഞ്ഞാൽ, ഒരു ഫോട്ടോ ഇടുമ്പോൾ അവർക്ക് അതിന്റെ ക്ലാരിറ്റി കൊടുത്തുകൊണ്ട് ആ ഫോട്ടോ ഇടാം. ഇപ്പോൾ അവർ ഒരു നെറ്റിയിൽ മുറിവായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുന്നു, എന്നിട്ട് അതിനൊരു സാഡ് ആയിട്ടുള്ളൊരു വോയിസ് കൊടുക്കുന്നു, എന്നിട്ട് അതിനൊരു ക്യാപ്ഷൻ പോലും കൊടുക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? ആളുകൾ എന്ത് വേണമെങ്കിലും ഊഹിച്ചോളൂ എന്ന് വെച്ചാൽ, എനിക്ക് അപകടം പറ്റിയെന്ന് വേണമെങ്കിൽ ഊഹിച്ചോളൂ, എന്നെ ക്രിസ് വേണുഗോപാൽ വേണമെങ്കിൽ തല്ലിന്ന് ഊഹിച്ചോളൂ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഊഹിച്ചോളൂ എന്ന് കരുതിയിട്ടല്ലേ അവർ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് നമ്മളോട് ഇത് ഇന്ന കാര്യമാണ്, ഞാൻ ധീര എന്ന് പറഞ്ഞ വെബ് സീരീസിന് വേണ്ടിയിട്ട് മേക്കപ്പ് ഇട്ട സമയത്ത് എടുത്ത ഫോട്ടോ ആണ് ഇത് എന്ന് ആളുകളോട് പറയണമെങ്കിൽ മാന്യമായ ഭാഷയിൽ, പച്ച മലയാളത്തിൽ, അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന, അവർക്ക് താല്പര്യമുള്ള ഭാഷയിൽ അവർക്ക് അത് എഴുതി വെച്ചാൽ ആരും അവരെ കുറിച്ച് ഒരു മോശവും പറയാൻ പോകുന്നില്ല. ആരും അതിന്റെ അടിയിൽ ചെന്നിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾക്ക് വല്ലതും പറ്റിയോ എന്ന് കമന്റ് ചെയ്യാൻ പോകുന്നില്ല. ഈ രാജ് ടോക്സ് വന്നിട്ടോ അല്ലെങ്കിൽ വേറെയുള്ള വ്ളോഗേഴ്സ് വന്നിട്ടോ അതെടുത്തിട്ട് അവർക്ക് വല്ലതും പറ്റിയോ, അവർക്ക് അടി കിട്ടിയോ, അവർ തമ്മിൽ പിരിഞ്ഞോ എന്നൊന്നും കമന്റ് ചെയ്യാനും വീഡിയോ ചെയ്യാനും ഒന്നും പോവില്ല. അപ്പോൾ അവരുടെ ഭാഗത്ത്, ദിവ്യയുടെ ഭാഗത്തുണ്ടായ ഒരു തെറ്റ് എന്ന് തന്നെ ഇതിന് വേണമെങ്കിൽ പറയാം. കാരണം അവർ മനഃപൂർവ്വം ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഇട്ട ഒരു ഫോട്ടോ ആണ് എന്ന് പിന്നീടുള്ള അവരുടെ പ്രകടനം കണ്ടപ്പോൾ തോന്നിപ്പോയി എന്നുള്ളതാണ്. നമുക്കറിയാം അവരെപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരും ക്രിസ് വേണുഗോപാലും കൂടെയുള്ള വീഡിയോസ് ഒക്കെ എപ്പോഴും വൈറലാവാറുണ്ട്. കാരണം അവര് വളരെ ഓവറായിട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഓവറായിട്ട് കാണിക്കുന്ന, ഷോ കാണിക്കുന്ന, റിയാക്ട് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് എപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ അവരുടേതായിട്ട് കാണാറുള്ളത്. നമ്മൾ സാധാരണ ആളുകള് എപ്പോഴും അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യുന്നത്, നിങ്ങൾക്കത് വീട്ടിൽ പോയി കാണിച്ചൂടെ, നിങ്ങൾ എന്തിനാണ് ഈ പൊതുസമൂഹത്തിൽ വന്ന് കാണിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അവർക്ക് എത്രയോ കമന്റുകൾ വന്നിട്ടുണ്ട്. ആ സമയത്തും അവരുടെ കൂടെ നിന്നിട്ടുള്ളത് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. അവര് അവരുടെ ലൈഫ്
ലൈഫ് സന്തോഷമായിട്ട് ജീവിക്കുന്നതിന് എന്തിനാണ് മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ ചൊറിയുന്നതെന്ന് ഇവിടുത്തെ എത്രയോ റിയാക്ഷൻ ചാനലുകാർ ചോദിച്ചിട്ടുണ്ട്. അന്നൊന്നും അവർക്ക് റിയാക്ഷൻ ചാനലുകാരെ കുറിച്ച് അല്ലെങ്കിൽ കംപ്ലൈന്റ് ഉണ്ടായിരുന്നില്ല, അവരെ കുറിച്ച് നല്ല വാക്ക് പറയാനും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അവര് ഇത്രയും ദേഷ്യപ്പെട്ടിട്ട് ഞാൻ ചാനൽ പൂട്ടിച്ചു കളയും എന്നൊക്കെ പറയാൻ മാത്രം അവരിപ്പോ എന്ത് ചെയ്യും? ഒരു സ്ട്രൈക്ക് കൊടുക്കും. അവരുടെ വീഡിയോ എടുത്തിട്ട് റീപോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സ്ട്രൈക്ക്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കും എന്നല്ലാതെ അവർ ഈ ചാനൽ പൂട്ടിച്ചു കളയും എന്നൊക്കെ പറയാൻ മാത്രം എന്ത് ചാനൽ വീണ്ടും തുടങ്ങിക്കൂടെ? ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. സബ്സ്ക്രൈബേഴ്സ് പൊതുവെ ഈ രാജ് ടോക്സ് എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണല്ലോ. അപ്പൊ അവര് വന്നിട്ട് ആ വ്യൂസ് ഉള്ള ആളുകളെ വീണ്ടും വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ആളുകളെങ്കിലും വന്ന് സബ്സ്ക്രൈബ് ചെയ്യും, പിന്നെയും ഉയർന്നു വരാവുന്നതേ ഉള്ളൂ. അവർ ആദ്യകാലത്ത് ആരും ഒരു സബ്സ്ക്രൈബർ പോലും ഇല്ലാതെ തുടങ്ങിയ ബുദ്ധിമുട്ടൊന്നും അവരുടെ ചാനൽ പൂട്ടിപ്പോയി വേറെ ചാനൽ തുടങ്ങാനൊന്നും അവർക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട്, ഈ ദിവ്യ ശ്രീധർ ചെയ്ത വീഡിയോ കണ്ടിട്ട് ആളുകൾ വന്നിട്ട് രാജ് ടോക്സിന്റെ അടിയിൽ വന്നിട്ട് ഇപ്പൊ തൃപ്തിയായില്ലേ, നിങ്ങൾക്ക് കിട്ടിയപ്പോ തൃപ്തിയായില്ലേ, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ജീവിതം വിറ്റ് തിന്നാൻ നാണമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. ഈ പറയുന്ന ഈ കമന്റ് ഇടുന്ന ആളുകള് ഇത്തരം റിയാക്ഷൻ വീഡിയോ കാണുന്നത് കൊണ്ടാണല്ലോ ഇതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടുന്നത്. അല്ലാതെ ദിവ്യ ശ്രീധറിന്റെ വീഡിയോ കണ്ടപ്പോൾ മാത്രം വന്നിട്ട് രാജ് ടോക്സ് എന്ന് പറയുന്ന ചാനൽ തപ്പി വന്നിട്ട് അതിന്റെ അടിയിൽ കമന്റ് ഇടുന്ന ആളുകളൊന്നും അല്ലല്ലോ ഇത്. പലപ്പോഴും കാണാം അതിന്റെ അടിയിൽ വന്നിട്ട് ആളുകൾ വന്നിട്ട് നിങ്ങൾക്ക് നാണമുണ്ടോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരദൂഷണം പറയുന്നത് എന്നൊക്കെ ഈ നമ്മളെ ചാനലിടുന്ന വീഡിയോന്റെ അടിയിലൊക്കെ പറയാറുണ്ട്. പരദൂഷണം എന്തിനാണ് പറയുന്നത്? ഇതൊക്കെ ഈ ചാനൽ ഒരു തവണ കണ്ട വ്യക്തിക്ക് നമ്മളെ ചാനൽ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മളെ ഫേസ് കണ്ട് ഐഡന്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ചാനൽ കണ്ട അവർക്ക് അറിയാം അതിൽ പരദൂഷണമാണ് പറയുന്നതെന്ന്. പിന്നെ എന്തിനാണ് ഈ പരദൂഷണം കാണാൻ വീണ്ടും വന്നിട്ട് അത് കണ്ടിട്ട് അതിന്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ പരദൂഷണം പറയാൻ വന്നു അല്ലേ എന്ന് പറയുന്നതൊക്കെ എന്തൊരു കോമഡി ആയിട്ടുള്ള കാര്യമാണെന്നേ പറയാനുള്ളൂ. ഇപ്പൊ എല്ലാ റിയാക്ഷൻ ചാനലിലും ലക്ഷക്കണക്കിന് വ്യൂസ് ഉള്ളത്, ഓരോ ആളുകൾക്ക് 2, 3, 4, 5, 10 ലക്ഷം വ്യൂസ് ഓരോ വീഡിയോയ്ക്കും കിട്ടുന്നത് ആളുകൾക്ക് ഇതിൽ താല്പര്യമുള്ളത് കൊണ്ടും കൂടിയാണ്. ആളുകൾ അത് കാണാൻ താല്പര്യപ്പെടുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം കാണുമ്പോൾ, നമ്മളിപ്പോ ദിവ്യ ശ്രീധറിന്റെ ഒരു ഫോട്ടോ കാണുന്നു, അവർ ആ ഫോട്ടോ ഇടുന്നു, അവര് അതിന് ക്യാപ്ഷൻ ഇടുന്നില്ല, എന്നിട്ട് സംശയാസ്പദമായ രീതിയിൽ കുറെ ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്നു. അപ്പൊ അതിന്റെ അടിയിൽ വളരെ തന്ത്രപൂർവ്വം സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ കുറെ മറുപടി പറയുന്നു. അപ്പോൾ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അവർ ചെയ്തത് ശരിയായോ ഇല്ലേ എന്നൊക്കെ അറിയാനൊരു താല്പര്യം ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് പറയുന്ന റിയാക്ഷൻ വീഡിയോകൾ ഈ ആളുകൾ വന്ന് കാണുന്നുണ്ട്. അതവർക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ലേ വന്ന് കാണുന്നത്. അപ്പൊ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് വളരെ മോശമാണ്. അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് മറ്റുള്ളവരെ വിറ്റ് തിന്നുകയാണ്. ഈ വിറ്റ് തിന്നുന്നത് ആരുടെയും വീട്ടിൽ വന്നിട്ട് വിളിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറയട്ടെ എന്നൊന്നും പറഞ്ഞിട്ട് വീട്ടിൽ ഒളിച്ച് ആരുമില്ലാതെ ആരും കാണാതെ ഒരു പരിചയമില്ലാതിരിക്കുന്ന വീട്ടുകാരെ കുറിച്ചല്ലല്ലോ ഇത് പറയുന്നത്. സ്വന്തം കാര്യങ്ങൾ ഓരോ മിനിറ്റിലും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് നമ്മളെ കാണിച്ചു തരുന്ന ആളെ കുറിച്ചുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. ഇതവർക്ക് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടാന് കാരണം എന്ന് പറഞ്ഞാൽ ആളുകൾ ഇത് കാണണമെന്നും അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നും അതിന്റെ റിയാക്ഷൻ കിട്ടണമെന്നും അതിന്റെ കുറെ ലൈക്ക് കിട്ടണമെന്നും കമന്റ് കിട്ടണമെന്നും ആഗ്രഹമുള്ളത് കൊണ്ടാണല്ലോ അവരവരുടെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് റിയാക്ഷൻ വീഡിയോക്കാർ പറഞ്ഞു പോയാൽ അപ്പൊ റിയാക്ഷൻ വീഡിയോക്കാർ എന്തോ വലിയ കുറ്റക്കാരാണെന്നുള്ള രീതിയിലൊക്കെ പെരുമാറുന്നത് കഷ്ടമാണ്. ഇപ്പോ ഈ ക്രിസ് വേണുഗോപാലിന്റെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ വേറൊരു റിയാക്ഷൻ ചാനലിൽ കണ്ടു. അപ്പൊ അദ്ദേഹം വളരെ സ്വാത്വികനായിട്ടുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് കുറ്റമൊന്നും പറയാനില്ല. ഇവരെ അങ്ങനെ ഡീപ്പായിട്ട് ഫോളോ ചെയ്യുന്ന ആളല്ല, അതുകൊണ്ട് എനിക്ക് ഇവരെ ക്യാരക്ടർ ഒന്നും അത്ര അറിയില്ല. എന്നാലും അദ്ദേഹം ഇതേപോലെ റിയാക്ഷൻ വീഡിയോക്കാർ ഇങ്ങനെ എന്തോ വിറ്റ് തിന്നുന്നു എന്നൊക്കെയുള്ള രീതിയിൽ, നിങ്ങൾ തിന്നുന്നൊക്കെയുള്ള രീതിയിൽ എന്തൊക്കെയോ പറയുന്നതൊക്കെ വളരെ കഷ്ടമാണ്. ഇപ്പോൾ എല്ലാവരും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കും അവരവരുടേതായ ശരികൾക്കും അവരവരുടേതായ വരുമാനത്തിനും സന്തോഷമാർഗത്തിനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. അതൊക്കെ തന്നെയാണ് ഇവിടെ റിയാക്ഷൻ വീഡിയോക്കാരും ചെയ്യുന്നത്. ഇപ്പൊ ഈ ദിവ്യ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ഫോട്ടോ ഇട്ടത് കൊണ്ടാണ് ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്തത് എന്നുള്ളതാണ്. ഈ രാജ് ടോക്സിന്റെ ഭാഗത്തൊന്നും അതിലൊരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ആര് കണ്ടു കഴിഞ്ഞാലും നമുക്ക് അങ്ങനെയല്ലേ അതിനെ കാണാൻ പറ്റുള്ളൂ. അവർക്ക് എന്തോ ഭയങ്കര അപകടം പറ്റി, അല്ലെങ്കിൽ അവരെ ആരോ ഉപദ്രവിച്ചു, ഗാർഹിക പീഡനം അനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. കാരണം ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഓരോ ദിവസം ഇങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ രേഖാ രതീഷിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു. രേഖാ രതീഷിനെ നിങ്ങൾ കുറെ തിന്നില്ലേ, ഇനി എന്നെ തിന്നെന്നൊക്കെയുള്ള രീതിയിലൊക്കെ ദിവ്യ പറയുന്നത് കേട്ടു. രേഖാ രതീഷിനെ കുറിച്ചൊന്നും
നമ്മളെ ചാനലൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷെ രേഖ രതീഷിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് അവരുടെ ജീവിതം കൊണ്ടുവന്ന് ഇത്രയും സോഷ്യൽ മീഡിയയിൽ കാണിച്ചത് കൊണ്ടാണ് അവർക്ക് ഈ ആളുകൾ റിയാക്ട് ചെയ്തതെന്നുള്ളതാണ്. അതവർക്കൊരു വിഷയമേ യഥാർത്ഥത്തിലല്ല. അവരുടെ എന്തോ ഒരു റീച്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ വിഷയം ഉണ്ടാക്കിയെന്നാണ് തോന്നുന്നത്. കാരണം അവർ വളരെ ബോൾഡ് ആയിട്ടുള്ള സ്ത്രീയാണ്. വർഷങ്ങളായിട്ട് അവരുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അവർ ഒരു ചാനലിൽ കഥയില്ലത് ജീവിതത്തിൽ വന്നിട്ട് പെരുമാറിയ രീതി നമ്മൾ കണ്ടതാണ്. അവരെ എത്ര വിവാഹം കഴിച്ചാലും ഇവിടെ ഒരു വിഷയമേ അല്ല. ഒരു 10 വിവാഹം കഴിച്ചോട്ടെ, അതൊരു വിഷയമേ അല്ല. പക്ഷെ ഒരു സ്ത്രീയുടെ ഭർത്താവിനെ സ്വന്തമാക്കിയിട്ട് ആ സ്ത്രീ കരഞ്ഞ് ചാനലിൽ വന്നിരുന്ന് പറയുമ്പോൾ എന്റെ ഭർത്താവിനെ ഇവര് പിടിച്ചു വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇവര് സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ പുച്ഛത്തോടുകൂടെ കാലുമ കാറ്റിൽ കയറ്റി വെച്ചിട്ട് വളരെ ഒരു ധാർഷ്ട്യത്തോടുകൂടെ നിന്റെ കഴിവുകേട് കൊണ്ടല്ലേ അയാൾ എന്റെ കൂടെ വന്നതെന്ന് പുച്ഛത്തോടു കൂടെ ചോദിച്ച ഒരു സ്ത്രീക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാൾ റിയാക്ഷൻ വീഡിയോ ചെയ്തു അല്ലെങ്കിൽ അവരെ കുറിച്ച് 4 വീഡിയോ ഇട്ടു എന്ന് വെച്ചാൽ ഇത്രയും വിഷമം വരുമോ? ഇത്രയും കരയാനുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അവര് പറയുന്നത് അവരെ മകൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു അല്ലെങ്കിൽ അവന്റെ മകന് ഇതൊക്കെ കാണുമ്പോൾ വിഷമാവില്ലേ എന്നുള്ളതൊക്കെയാണ്. നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ച് മക്കൾക്ക് വിഷമം തോന്നും എന്നുള്ളത് മക്കൾ വലുതായ ശേഷമല്ല ചിന്തിക്കേണ്ടത്, ചെറുതാകുമ്പോൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. ഞാനിപ്പോ എപ്പോഴും രശ്മി നായരുടെ വീഡിയോസ് കാണുമ്പോൾ വിചാരിക്കാറുണ്ട്, ഈ രശ്മി നായരുടെ മക്കളൊക്കെ ഇപ്പൊ ആ കുട്ടികൾ കുറച്ച് ചെറുതാണെന്ന് വേണമെങ്കിൽ പറയാം. ആൺകുട്ടി അത്ര ചെറുതൊന്നുമല്ല. ആൺകുട്ടി ഇപ്പൊ സ്കൂളൊക്കെ കഴിയാനായിട്ടുണ്ട് തോന്നുന്നു. പെൺകുട്ടിയൊക്കെ ചെറിയ കുട്ടിയാണ്. ഒരു കാലത്ത് ആ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ ഒരു വിധത്തിലും അവരെ ഇതൊന്നും ബാധിക്കില്ല. അങ്ങനെയാണോ വിചാരിക്കുന്നത്? അവരെ ആ കുട്ടികളെ ഏതെങ്കിലും ഒരു സ്റ്റേജില് നമുക്ക് ഈ ആളുകളൊക്കെ മോശം പറയുമ്പോൾ എത്ര നമ്മൾ ബോൾഡ് ആണെന്ന് പറഞ്ഞാലും നമ്മളെ അത് ബാധിക്കില്ലേ? അതുപോലെ തന്നെയാണ് ഈ രേഖ രതീഷിന്റെ കാര്യത്തിലും. അവരത് ചിന്തിക്കേണ്ടതല്ലേ? അവര് ഇപ്പൊ 5 വിവാഹം കഴിക്കുമ്പോൾ അത് നമ്മൾ സ്വാഭാവികമായിട്ടും നാടൻ ശൈലിയിൽ ആളുകൾ പറയും, ഡ്രസ്സ് മാറുന്ന പോലെ ഭർത്താക്കന്മാരെ മാറുന്നു എന്ന് പറയും. അതവർക്ക് ഭയങ്കര ഫീലിംഗ് ആയി. അവരുടെ മകൻ ചോദിച്ചു, എന്താ അമ്മേ ഡ്രസ്സ് മാറുന്ന പോലെ ഭർത്താക്കന്മാരെ മാറുക എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചു. അതൊക്കെയാണ് അവരെ ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ പണ്ടേ ആലോചിക്കേണ്ടതല്ലേ? ഈ 5 വിവാഹം കഴിക്കുമ്പോൾ ഒരു കാലത്ത് ആരെങ്കിലും ഒരാൾ തിരിഞ്ഞു നിന്ന് ചോദിക്കും, നീ അന്ന് 5 വിവാഹം കഴിച്ചില്ലേന്ന് ചോദിക്കുന്നോ? അല്ലെങ്കിൽ സ്വന്തം മകൻ, അമ്മേ ഇങ്ങനെ എന്നെ ആളുകൾ മോശമായിട്ട് പറയുന്നു, നിന്റെ അമ്മ 5 വിവാഹം കഴിച്ചല്ലേ എന്ന് പറയുന്നു. അത് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടല്ലേ നമ്മൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യുക? എന്നിട്ട് ആളുകൾ അങ്ങനെ പറഞ്ഞു, ആളുകൾ എന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവര് വന്നിട്ട് പിണറായി വിജയൻ സഖാവിനൊക്കെ ഭയങ്കര കാര്യമായിട്ട് മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി, ഇൻസ്റ്റഗ്രാമിലൂടെയാണോ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുക? പിന്നീട് ഇവിടെ ഭയങ്കര വിവാദമായ സമയത്ത് അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ നേരിട്ട് പോയി പരാതി കൊടുത്തു. എന്നിട്ട് അവർ ഈ കരഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്യുന്നതിനും തൊട്ടു മുൻപ് അവർ വളരെ ചിരിച്ചുകൊണ്ട് അവരുടെ ഒരു പുതിയ ബിസിനസിന്റെ പ്രൊമോഷൻ ചെയ്യേണ്ടായി. എന്തോ ഒരു കാഞ്ചീപുരം സാരികളുടെ എന്തോ ഒരു ബിസിനസ്സോ. അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക, അവരുടെ സാരി പ്രൊമോഷൻ വളർത്താൻ വേണ്ടിയിട്ട് അവരെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് ആളുകളുടെ ശ്രദ്ധ നേടി എന്നല്ലേ വിചാരിക്കുക. ഇതൊക്കെ റിയാക്ഷൻകാർ പറഞ്ഞു പോവും. കാരണം അവർക്ക് വരുന്ന കമന്റുകൾ അല്ലെങ്കിൽ അവരുടെ രീതി അതൊക്കെ നമ്മളെ അങ്ങനെ തന്നെയാണ് കാണിച്ചു തരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് ശ്രീധറിന്റെയും കാര്യം എന്നുള്ളതാണ്. അവര് ഇതുപോലെയുള്ള വീഡിയോ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോ കൊണ്ടുവന്നിട്ട് ചാനലിൽ ഇടുമ്പോൾ അവരുടെ പേജിൽ ഇടുമ്പോൾ ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രതികരിക്കുക. റിയാക്ഷൻ വീഡിയോക്കാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രതികരിക്കുക. ഇനിയിപ്പോ രാജ് ടോക്സ് പ്രതികരിച്ചില്ലെങ്കിലും ഇവിടുത്തെ ഒരുപാട് ന്യൂസ് പോർട്ടലുകൾ ഈ ഫോട്ടോ ഇട്ടിട്ട് ദിവ്യ ശ്രീധറിന് എന്ത് പറ്റി, ക്രിസ് വേണുഗോപാൽ അടിച്ചോ, ഇതൊക്കെ ചോദിക്കും. അതിപ്പോ ഈ പറയുന്ന രാജ് ടോക്സ് അല്ല, ഇവിടുത്തെ ഒരുപാട് റിയാക്ഷൻകാർ ചോദിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അവർക്ക് ആദ്യത്തെ കമന്റിന് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ കമന്റിന് അവർക്ക് മാന്യമായിട്ട് ഒരു വരി എഴുതിയിട്ട, ഒന്നുമില്ലടാ അത് സീരിയലിന് വേണ്ടി ചെയ്ത മേക്കപ്പ് ആണ്. അതിനു പകരം അവരതിന് വന്ന എല്ലാ കമന്റിനും ഒന്നും പറ്റിയില്ല എന്ന് മാത്രം മറുപടി പറയുന്നത് എന്തർത്ഥത്തിലാണ്? അത് ചർച്ചയാവണം എന്നവർക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ആ വെബ് സീരീസിനെ കുറിച്ച് ചർച്ചയാവണം എന്ന് അവർക്ക് താല്പര്യം ഉണ്ട്, അല്ലെങ്കിൽ അവര് കുറച്ച് ലൈം ലൈറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവരെ കുറിച്ച് ചർച്ചകൾ ഉണ്ടാവണം എന്ന് അവർക്ക് താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും നന്ദി.